ഹലോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എൻ്റെ കസിൻസിൻ്റെ ഒക്കെ കമ്പനിയായ പവർ പിക്സൽ. അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ പോളോയിന് നമ്മൾ വർക്ക് ചെയ്യാൻ കൊടുത്തേക്ക്, വർക്കല്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാൻ. കഴിഞ്ഞ ദിവസമൊക്കെ ഇടിച്ച് ഇതൊക്കെ ഫുൾ സീനായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തത്. അപ്പോൾ എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് വണ്ടി കിട്ടിയപ്പോഴേ എനിക്ക് തോന്നി ഒന്നും ചെയ്തിട്ടില്ല, നല്ല ക്ലീൻ ആക്കിയിട്ടുള്ളത് സത്യം പറയാം. പവർ പിക്സൽ എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ മാറ്റിയോടെ എഞ്ചിൻ മാറ്റിയോന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ എല്ലാം വണ്ടിയെല്ലാം ഓക്കെയാണ്. വണ്ടിക്ക് ഇന്നലെ ബാറ്ററിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. ഓടിച്ച് നോക്കട്ടെ. അവന്മാർ പറഞ്ഞത് ടയർ മാറ്റിയിട്ടുണ്ട്, അറിയാതെ മാറിപ്പോയത്. അതുകൊണ്ട് ചിലപ്പോൾ നല്ല തെന്നലുണ്ടാകും. ഗൈസ് അതുകൊണ്ട് കുഴപ്പമില്ല. തെന്നലെന്ന് പറയുകയാണെങ്കിൽ ഇന്റീരിയലൊക്കെ സെറ്റ് കേട്ടോ. ഓരോ സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ ഫൈബർ പോലെ എന്തോ വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാം. മറ്റേ നമ്മുടെ വഴി കാണിക്കുന്ന സാധനം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്റ്റിയറിംഗ് വീലും കുഴപ്പമില്ല, അത്രയും കുഴപ്പമില്ല. ഈ ഫ്രണ്ടിൽ ഉച്ചക്കിട്ടും ഞാൻ അടിക്കാൻ കൊടുക്കണം ഗൈസ്. നമുക്ക് വീണ്ടും ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ഇച്ചിരി പറപ്പിച്ചിടുവാണെങ്കിൽ തെന്നി അടിച്ച് എന്തായാലും വരും. പിന്നെ നമുക്ക് നമ്മളെ ഫ്രണ്ടിൻ്റെ അവനെ നമ്മൾ പിക്ക് ചെയ്താൽ കർത്താവേ ബീച്ചിൻ്റെ ഇവിടെ കൊണ്ട് ഒടുക്കാം, അതായിരിക്കും നല്ലത് ഗൈസ്. തിരിക്കാനൊന്നും പറ്റത്തില്ല, ഇപ്പം ഫുൾ ചെളിയായി കാണും. ചെളിയായി കാണാൻ ഡൗട്ടുണ്ട്. ചെളിയായിട്ടില്ല, കുഴപ്പമില്ല. പക്ഷെ ഏതാ ലുക്ക് ഫ്രണ്ടിൽ കാണുമ്പോൾ പോകാനും നല്ല സെറ്റ് ലുക്ക് കേട്ടോ. പിന്നെ അമ്മ എക്സ്ട്രാ എന്താ ചെയ്തിരുന്നത്, അവിടെ സൈഡിൽ PP എഴുതിയിട്ടുണ്ട്. വെച്ചാൽ നമ്മുടെ പവർ പിക്സൽ അതിൻ്റെ ചെറിയ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. അത് 5 ദിവസത്തേക്ക് നമ്മൾ വാങ്ങുന്നില്ല. 5 ദിവസം 5 മില്യൺ, ഒരു ദിവസം. അപ്പം നല്ലൊരു കമ്പനിയാണെന്ന് ഞാൻ പറയാം. പക്ഷെ നല്ലപോലെ വണ്ടിയൊക്കെ വർക്ക് ചെയ്ത് തരും, പിന്നെ ക്ലീൻ ആക്കി തരും. എഞ്ചിൻ ഡാമേജ് ആയതെല്ലാം സെറ്റാക്കി അവരുടെ റിക്കവറി ഒക്കെ ഉണ്ട്. ഇവിടെ വേണേൽ നിങ്ങൾ കാണാം അമ്മാതിരി വയസ്സ്. അപ്പോൾ നമുക്ക് നേരെ ഇനി പോയേക്കാം ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട്. എക്സ്റ്റീരിയൽ എൻ്റെ മോനെ ഇൻറ്റീരിയൽ പറയാൻ വാക്കുകളില്ല, അമ്മാതിരിയാണ് ചെയ്ത് വെച്ചത്. ആ ഫൈബർ ഉണ്ടെങ്കിൽ നല്ല പിന്നെ സൈഡിലിരിക്കുന്ന നേരത്തെ ഉള്ളതായിരുന്നു കയറ്റിയത്. അറിയില്ല ലൈസൻസ് നേരെ കൊണ്ട് ജസ്റ്റ് ഓടിച്ചു ജസ്റ്റ് ഒന്ന് നോക്കാം. പോലീസ് വെറ്റി അടിച്ച് ലാസ്റ്റ് മുമ്പാതിരുന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പോളയം കൊണ്ട് പോയപ്പോൾ പോലീസ് വിളിച്ചു. ഫുൾ ചെക്കിങ് ആയിരുന്നു. ഒരാഴ്ച ഞാൻ നേരിൽ പയ്യെ ഒന്ന് നോക്കാം ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട്. ഞാൻ ചിലപ്പോഴേ വരുള്ളെന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോൾ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അവനെ പറഞ്ഞു. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. അമ്മാതിരി എനിക്ക് പോളാന്ന് കേൾക്കുമ്പോൾ ഇഷ്ടമായി. ഇവിടെ ഇതാണ് അവൻ്റെ വീട്. നമുക്ക് വണ്ടി ഇവിടെ നൈസായിട്ടൊന്ന് പാർക്ക് ചെയ്തിട്ട് അവനെ കൊട്ടി വിളിക്കാം. അവൻ വരുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ കിടന്ന് ഉറങ്ങിക്കാണ്. നമുക്ക് ഇവിടെ നിൽക്കുമെന്ന് വിളിക്കാം. എടാ ഹലോ, എടാ കൊട്ടിയിട്ടൊന്ന് വിളി വെക്കടാ. എടാ ഞാൻ ബിസിയാ, നീ പൊക്കോ, ഞാൻ പിന്നെ വന്നോളാടാ. എനിക്കിപ്പോൾ പറ്റത്തില്ല, ഞാനാണെങ്കിൽ കിടന്നുറങ്ങാൻ ശല്യം ചെയ്യണ്ട. നീ വേണമെങ്കിൽ പൊക്കോ, ഞാൻ പിന്നെ വരാം. അടുത്ത വീഡിയോസപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളും റിച്ചിക്കിട്ടിൻ്റെ ചാനൽ. ഓക്കേടാ, ഓക്കെ. അവൻ പറഞ്ഞു അവൻ ബിസിയാണ്, അതുകൊണ്ടായിരിക്കും വരാത്തതെന്ന്. ഇതവൻ്റെ ബൈക്കാണ്. പിന്നെ എൻ്റെ ക്യാരവാൻ അപ്പുറത്ത് ഇരിപ്പുണ്ട്. അത് അവൻ എന്തോ ഒരു യാത്രക്കാളാണ്. നമുക്ക് നമ്മുടെ പാട്ടിനെ വയ്ക്കാം. നമുക്ക് പോളോനെ കൊണ്ട് പോയേക്കാം ഗൈസ്. ഇവിടെ ഈ ബീച്ചിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ എന്നെ ലുക്കാണ്. എന്ത് ലുക്ക് സെറ്റ്. ആ ലൈറ്റും ആ സ്റ്റോപ്പ് ലൈറ്റും കൂടെ സെറ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ ചിലപ്പോൾ ലൈവ് ഇടുമായിരിക്കും, സാധ്യതയില്ല ഗൈസ്. ഇത്രേ ഉള്ളൂ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.